ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്വൈത ദീപികയുടെ വളരെ ഗഹനമായ ചിന്തകൾ നമ്മളുടെ അവനവനിലേക്ക് നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ കടന്നു ചെല്ലാൻ എന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ഇത്രമാത്രം അതിൻ്റെ സത്ത ഈ ഉപനിഷത്തിൻ്റെ അല്ലെങ്കിൽ വേദങ്ങളുടെ ഒക്കെ സത്തയായിട്ട് ഇതിനെ കാച്ചിക്കുറുക്കി എടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ചില യോഗ്യതകളുണ്ട്. ഇപ്പോൾ ബ്രഹ്മവിദ്യ പഠിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന യോഗ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിത്യാനിത്യ വസ്തു വിവേകം ഒക്കെ ശമാധി ഷഡ്ക സമ്പത്തി പോലുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പം നിത്യമേത് അനിത്യമേത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു അവബോധം ഉറച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. കാരണം ഇതുവരെ ഒക്കെ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒന്നിനെ ഒരു നിമിഷത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഷോക്കായിരിക്കും. കാരണം നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ശരിയാണ്, സത്യമാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള എല്ലാ അറിവുകളും ധാരണകളും ഒക്കെ നമ്മൾക്ക് ഒരു നിമിഷത്തിൽ ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് ആ ഒരു തയ്യാറെടുപ്പ്, അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോകുമ്പോൾ സൂചിപ്പിക്കുകയാണ്, വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യയും അതുമില്ല. വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളില്ല, ഉടനങ്ങ് വർത്തിവിട്ടാൽ വിളക്ക് പൊലിയുന്നിരുളും വരുന്നു. വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യയും അതുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒന്നിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള വൃത്തിസ്ഥമാം അറിവിൽ ഓരോ ഇതിനെക്കുറിച്ച് നമുക്ക് പൊരുളായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതിനെക്കുറിച്ചുള്ള രൂപത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന അറിവ്, അതിൽ ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അറിവാണ് വൃത്തിസ്ഥമാം അറിവ്. അവിടെ വിശ്വവുമില്ല, ഈ ലോകവുമില്ല, ഇനി അതിൻ്റെ വിത്താം അവിദ്യയും ഇല്ല. അതായത് അവിദ്യ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആ അറിവ് അല്ലെങ്കിൽ ആ ഒരു ധാരണ ഇതില്ല. വൃത്തികളുടെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആ ഒരിതും, അതേപോലെ തന്നെ ഇതൊക്കെ ഈ അറിവില്ലായ്മ നിൽക്കുന്ന ആ ഒരു കേന്ദ്രവും, ഇതൊക്കെ എവിടെയില്ല? ഈ അറിവിലില്ല എന്നാണ്. കാരണം ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് അവിദ്യ. അപ്പോൾ ഒരു ഉദാഹരണം ഗുരു പറയുന്നത്, ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു വിളക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചുറ്റുപാടും വെളിച്ചമുണ്ടാവും. അതുവരെ കൂരിരുട്ടായിട്ട് വേണമെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് നമ്മളൊരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സെക്കൻഡിൽ തന്നെ നമ്മൾക്ക് അവിടെ പ്രകാശം ഉണ്ടാകും. ഇവിടെ സ്വയം പ്രകാശമായിരിക്കുന്ന അതിനെ ഇരുട്ട് വന്ന് മൂടുന്നില്ല. പക്ഷേ ഇരുട്ട് ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അജ്ഞാനമുണ്ടെന്ന് തോന്നുകയാണ്. ഒരിക്കൽ ഒരു രാജാവ്, ഒരു പണ്ടത്തെ കാലത്താണ്, രാത്രിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ അന്ന് പ്രകാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന
ഒരു പ്രത്യേക രീതിയിലുള്ള വിളക്കുകളുണ്ട്. അത് തലയിൽ ചുമന്നുകൊണ്ടാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ആ ഇരുട്ടുള്ള സ്ഥലത്ത് വിളക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ വിളക്ക് ചുമന്നുകൊണ്ട് അവിടെയൊക്കെ പോയി നോക്കി. ഇയാൾ പോയ സ്ഥലത്തൊന്നും ഇരുട്ട് കണ്ടില്ല. അങ്ങനെ അയാൾ തിരിച്ചുകൂടെ വന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞത്, ഞാൻ പോയ സ്ഥലത്തൊന്നും ഇരുട്ട് കണ്ടില്ല, അതുകൊണ്ട് വിളക്ക് അവിടെ വെച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇയാളുടെ തലയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ആ വെളിച്ചത്തിൻ്റെ ഇതിൽ വേറെ ഇരുട്ട് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം വെളിച്ചത്തിൻ്റെ അഭാവം എവിടെയാണോ അവിടെയാണ് ഇരുട്ടുള്ളത്. അറിവില്ലായ്മ, അജ്ഞാനം എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമുക്ക് അറിവ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട് മാത്രമാണ് നമ്മൾ ദുഃഖിതനായിട്ട് ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഈ അറിവിൻ്റെ അഭാവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്ന് ഗുരു പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നമ്മളെ അറിവിൻ്റെ അനന്തമായിട്ടുള്ള ലോകത്തേക്ക്, അവനവൻ്റെ സ്വരൂപത്തിലേക്ക് ഉണർത്താൻ വേണ്ടി ഗുരു ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊന്ന് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.